CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവം. വെള്ളത്തിൽ അമീബിക് സാന്നിധ്യമാകാമെന്ന പ്രാഥമിക നിഗമനം. കൂടുതൽ കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് BJP പ്രവർത്തകർ നടത്തിയ ഉപരോധ സമരത്തിൽ സംഘർഷം. സംസ്ഥാനത്ത് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ. ജൂൺ 10 മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. റോഡ് പണികളിലെ അപാകതയിൽ കരാറുകാർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം നൽകി പൊന്നയൂർ പഞ്ചായത്ത് അധികൃതർ. വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുന്നതിനും നിർമ്മാണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകളുണ്ടെങ്കിൽ കരാറുകാർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുവാനും തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകാൻ ഭരണസമിതി തീരുമാനം. 19ാമത് CCTV വിദ്യാഭ്യാസ പുരസ്കാരത്തിന് അപേക്ഷ സമർപ്പിക്കാൻ ഇനി ഒരു ദിവസം കൂടി മാത്രം. SSLC+2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ CCTV വരിക്കാരുടെ മക്കൾക്ക് പുരസ്കാരത്തിനായി അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പണം ജൂൺ 10 ചൊവ്വാഴ്ച വൈകിട്ട് വരെ. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ അന്തോണീസിന്റെ 26ാം ഊട്ടുതിരുനാളിന് കൊടികയറി. ഇടവക വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ഗുരുവായൂർ, കുന്നംകുളം, മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ KPCC മുൻ അധ്യക്ഷനും KPGD രക്ഷാധികാരിയുമായ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് യോഗം ചേർന്നു. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ ചുങ്കത്ത് പാറേക്കാട്ട് വറദച്ചന്റെ 111ാം ശ്രാദ്ധാചരണത്തിന്റെ ഭാഗമായി കോട്ടപ്പടി പ്രവാസി കൂട്ടായ്മ UAE ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം നടത്തി. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ KK കേശവേട്ടന്റെ ചരമവാർഷികാചരണം സംഘടിപ്പിച്ചു. നെല്ല് നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും നെൽവില നൽകാതെ സർക്കാർ കർഷകരെ ദ്രോഹിക്കുകയാണെന്നാരോപിച്ച് കാട്ടകമ്പാൽ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം കുന്നംകുളം സൗത്ത് യൂണിറ്റ് കൺവെൻഷൻ പോർക്കളങ്ങാട് വായനശാലയിൽ നടന്നു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേയും കോൺവൊക്കേഷൻ സെറിമണിയും ആഘോഷിച്ചു. കേച്ചേരി മമ്പൽഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ജൈവ പച്ചക്കറി തോട്ടത്തിന്റെ ഉദ്ഘാടനം ചൂണ്ടൽ കൃഷി ഓഫീസർ ഭുവന നിർവഹിച്ചു. പരിസ്ഥിതി വാരാചരണത്തോടനുബന്ധിച്ച് KCYM നേതൃത്വത്തിൽ ചെമ്മണ്ണൂർ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ വൃക്ഷത്തൈ നട്ടു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.